Hi friends, welcome back to Sana's Edu Tips. മാത്തമാറ്റിക്സ് പെഡഗോജിയുമായി റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Ankur got 0 marks in a word problem on linear equations in an assessment. The teacher knows that he can solve linear equations correctly. The teacher ought to remark in his report dash. അപ്പോൾ അൻകൂർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്താണ് 0 മാർക്കാണ് വേർഡ് പ്രോബ്ലത്തിന് വാങ്ങിച്ചത് ഓൺ ലീനിയർ ഇക്വേഷൻ്റെ വേർഡ് പ്രോബ്ലത്തിന് 0 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ടീച്ചർക്ക് അറിയാം എന്താണ് ഹി ക്യാൻ സോൾവ് ലീനിയർ ഇക്വേഷൻ കറക്റ്റ്ലി. അപ്പോൾ അൻകൂറിന് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയാമെന്ന് ടീച്ചർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ദ ടീച്ചർ ഓട്ട് ടു റിമാർക്ക് ഇൻ ഹിസ് റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ടിലും എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നാണ്. അൻകൂർ ഹാസ് എ പ്രോബ്ലം ഇൻ കോംപ്രിഹെൻഡിങ് ദി ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ though he can solve the equation. Second one, Ankur lacks concentration and hence has examination phobia. Third one, Ankur is not studying and practicing at home. Fourth one, Ankur has not understand the concept of linear equations completely. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് വേർഡ് പ്രോബ്ലം അല്ലേ, വേർഡ് പ്രോബ്ലം ഓൺ ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ സോൾവ് ചെയ്യാൻ അറിയാമെന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വേർഡ് പ്രോബ്ലത്തിൽ ആണ് ആ കൊച്ചിന് 0 മാർക്ക് വരുന്നത്. സോ അവിടെ സോൾവ് ചെയ്യാൻ അറിയാമെന്നും പറയുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താണ്, അങ്കുർ ഹാസ് എ പ്രോബ്ലം ഇൻ കോംപ്രിഹെൻഡിങ് ദി ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ തോ ഹി ക്യാൻ സോൾവ് ദ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം, ചിലപ്പോൾ ആ വേർഡ് പ്രോബ്ലം ആയതുകൊണ്ട് ആ സംഭവം വായിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ ടീച്ചർക്ക് മനസ്സിലാക്കേണ്ടത്. സോ അവിടെ എന്തായിരിക്കും റിപ്പോർട്ട് കൊടുക്കേണ്ടത്, എന്തായിരിക്കും അങ്കുർ ഹാസ് എ പ്രോബ്ലം ഇൻ കോംപ്രിഹെൻഡിങ് ദ ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ so he can solve the equations. Okay അല്ലേ. The next one നോക്കാം. Using technology based games involving factorization of numbers or formation of new shapes by joining 2D shapes etc. First one enhances students' ability to understand the concept better as they are able to explore, observe and interfere at their own pace. Second one helps teacher to assess students' performance in mathematics. Third one helps teacher to manage students in mathematics laboratory. Fourth one enhances students numeracy skill and computational skill. അപ്പോൾ യൂസിങ് ടെക്നോളജി ബേസ്ഡ് ഗെയിംസ് ഇൻവോൾവിങ് ഏതൊക്കെയാണ് ഫാക്ടറൈസേഷൻ ഓഫ് നമ്പേഴ്സും അതുപോലെ തന്നെ 2D ഷേപ്പ് വെച്ചിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കറക്റ്റായിട്ട് വരുന്നത്, ഫസ്റ്റ് വൺ ആണ് അല്ലേ, എൻഹാൻസസ് സ്റ്റുഡൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ബെറ്റർ. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഗെയിം പോലെയൊക്കെ ആകുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദേ ആർ ഏബിൾ ടു എക്സ്പ്ലോർ, ഒബ്സർവ് ആൻഡ് ഇൻ്റർഫെയർ അറ്റ് ദെയർ ഓൺ പേസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇത്തിരി ലെങ്തി ആയിരിക്കും അല്ലേ, പക്ഷേ നമുക്ക് വായിച്ചാൽ തന്നെ ഫസ്റ്റ് ഒരിക്കൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 വട്ടം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, next one, which one of the following is not a problem solving strategy in mathematics? Solving backwards, rote learning, trial and error, drawing. അപ്പോൾ നോട്ട് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്നാണ്. അപ്പോൾ നമുക്കറിയാം റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് എവിടെ കണ്ടാലും അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഭവത്തിലോ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിലോ നമ്മുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലോ ഒന്നും പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് തന്നെയാണ് റോട്ട് ലേണിംഗ് എന്നുള്ളതാണ് നോട്ട് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ എക്സാം ബൂസ്റ്റർ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ കാണുക. ഓക്കെ, ദി മോസ്റ്റ് യൂസ്ഫുൾ ടീച്ചിങ് എയ്ഡ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് വിഷ്വൽ എയ്ഡ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്, ഓഡിയോ എയ്ഡ്, നൺ ഓഫ് ദ എബോവ്. ദി മോസ്റ്റ് യൂസ്ഫുൾ ടീച്ചിങ് എയ്ഡ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ് അല്ലേ. Next one, how does a square form a parallelogram? Explain. The students are asked to write the answer to the above question. The objective of the teacher is, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്, കുട്ടികളോട് പറയാണ് ഹൗ ഡസ് എ സ്ക്വയർ ഫോം എ പാരലോഗ്രാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാണ്. അപ്പോൾ ഇതിലൂടെ ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് മീൻസ് ദാറ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, എക്സ്പോസിങ് ദ സ്റ്റുഡൻസ് ടു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് വൺ, ഇംപ്രൂവിങ് ദ റൈറ്റിംഗ് സ്കിൽസ് ഓഫ് ദ സ്റ്റുഡൻസ്. Third one, giving an opportunity to students to think and reflect.
ഫോർത്ത് വൺ മേക്കിംഗ് ദ ക്ലാസ് റൂം മോർ ഇൻറ്ററാക്റ്റീവ്. അപ്പോൾ ഇതിലേതാ വരുന്ന ഒബ്ജക്റ്റീവ് ആയിട്ട് വരിക? തേർഡ് വൺ ആണ് അല്ലേ, ഗിവിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റുഡൻസ് ടു തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ CTET എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ പാറ്റേൺ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുമ്പോഴും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. Next one, in order to help the students with the difficulties in remembering the geometrical terms and their meaning, a teacher must test students on definition of geometrical terms. Second one, encourage group discussions. Third one, stress on rote memorization of all terms and definitions. Fourth one, use lots of activities like preparing or solving crossword puzzle, jigsaw puzzles, etc. അപ്പോൾ in order to help the students with difficulty in remembering the geometrical terms. അപ്പോൾ geometrical ടേംസ് പഠിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ടീച്ചർ എന്താ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എന്താ ചെയ്യാൻ പറ്റും. ആദ്യത്തെ മൂന്നും എന്തായാലും പറ്റത്തില്ല. ഏതായിരിക്കും? അപ്പോൾ ഫോർത്ത് വൺ ആണ് അല്ലേ. ഇപ്പോഴത്തെ ഒരു വ്യൂ അനുസരിച്ചായിരിക്കണം, കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ടൊരു അപ്രോച്ച് അനുസരിച്ചിട്ടായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, യൂസ് ലോട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രിപ്പയറിംഗ് ഓർ സോൾവിങ് ക്രോസ്വേർഡ് പസിൽസ്, ജിക്സോ പസിൽസ് എക്സെട്ര എന്നതാണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വി ആസ് മാത്തമാറ്റിക്സ് ടീച്ചർ ഇവാലുവേറ്റ് pupil performance for first one upgrading the students, second one motivating the students, third one assessing teachers performance, and fourth one all of the above. അപ്പോൾ എന്തായിരിക്കണം? വി ആസ് മാത്തമാറ്റിക്സ് ടീച്ചർ ഇവാലുവേറ്റ് pupil performance for ഈ പറഞ്ഞ മൂന്ന് കാര്യം തന്നെയാണ് അല്ലേ. സോ ഓൾ ഓഫ് ദ എബോ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്ഗ്രേഡിങ് ദ സ്റ്റുഡൻസ് ആണ്, ഓക്കെ, ഓഫ് കോഴ്സ് ആണ്, ഇവാലുവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻസ് ആണ്, അസസിങ് ടീച്ചേഴ്സ് പെർഫോമൻസും കൂടിയാണ് അല്ലേ. സോ ഓൾ ഓഫ് ദ എബോ. നെക്സ്റ്റ് നോക്കാം. 2 complementary angles are in the ratio 2:3. Find these angles. The above problem from NCERT textbook for class 7 refers to. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് 7 ഉള്ള ഒരു പ്രോബ്ലമാണിത്. 2 കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 2:3. ഫൈൻഡ് ദീസ് ആംഗിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം കൊടുത്തതുകൊണ്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ലോവർ ഓർഡർ തിങ്കിങ് ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ കോൺക്രീറ്റ് സിറ്റുവേഷൻ. Second one, higher order thinking as it demands the interpretation of given information, its analysis and use in getting the desired information. Third one, higher order thinking as it demands construction of a figure using given information. And fourth one, lower order thinking as it is based on recalling information. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കുക. 2 complementary angles are in the ratio 2:3. Find these angles. ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് സിറ്റുവേഷൻ യൂസ് ചെയ്യുക എന്നുള്ളത് വരത്തില്ല. Then higher order thinking as it demands the interpretation of given information. ഓക്കെ, അത് ഓക്കെയാണ്. Then it analysis and use in getting the desired information. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. ദെൻ തേർഡ് നോക്കുമ്പോൾ എന്താണ്? ഹയർ ഓർഡർ തിങ്കിങ് ആസ് ഇറ്റ് ഡിമാൻഡ്സ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഫിഗർ. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ ഒന്നും പറയുന്നില്ല. ദെൻ ഫോർത്ത് നോക്കൂ, ലോവർ ഓർഡർ തിങ്കിങ് ആണ്. അപ്പോൾ ലോവർ ഓർഡർ തിങ്കിങ് അല്ല ഇവിടെ വരുന്നത് അല്ലേ. ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീകോളിംഗ് ഇൻഫർമേഷൻ എന്നുള്ളതും അല്ല. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? സെക്കൻഡ് വൺ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ആൻസർ സെക്കൻഡ് വൺ ആണേ. ക്ലിയർ അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്സിലും ഇതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ടൈപ്പ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കൺസെപ്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം തന്നെ നമ്മുടെ പെഡഗോജി ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. Next one, to be good in mathematics, one needs to have mastery over calculations, create and formulate problems through abstract thinking and logical reasoning. Third one, memorize formulas. Fourth one, remember solutions. To be good in mathematics, one needs to, എങ്ങനെയായിരിക്കണം? Of course, to create and formulate problems through abstract thinking and logical reasoning എന്നുള്ളതായിരിക്കണം അല്ലേ. Then next one നോക്കാം. Which one of the following is not a mathematical process? Not a mathematical process ആണ്. നോക്കണം. മെമ്മറൈസേഷൻ, മെഷർമെൻറ്റ്, വിഷ്വലൈസേഷൻ, എസ്റ്റിമേഷൻ.
നോട്ട് എ മാത്തമാറ്റിക്കൽ പ്രോസസ്സ് എന്നാണ്. അപ്പോൾ ഏതാണ്? മെഷർമെൻറ്റും വിഷ്വലൈസേഷനും എസ്റ്റിമേഷനും ഒക്കെ എന്താണ്? മാത്തമാറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പ്രോസസ്സാണെന്ന് പറയാം. ദെൻ മെമ്മറൈസേഷൻ എന്നുള്ളത് എന്തല്ല? നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോസസ്സായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. സോ സെക്കൻഡ്, തേർഡ്, 2, 3, 4 എന്നുള്ളത് മാത്തമാറ്റിക്കൽ പ്രോസസ്സാണ്. അതൊന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാത്തമാറ്റിക്കൽ പ്രോസസ്? മെമ്മറൈസേഷൻ എന്നാണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അമർത്തുക. അതുപോലെ തന്നെ യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.